നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ബിജെപിയുടെ കുതിപ്പിൽ ഇടതുമുന്നണി തകരുമെന്ന ഭയന്ന് CPM ചാവേറായി. പിണറായിയും കൂട്ടരും മുന്നണിക്കുള്ളിൽ പത്തി മടക്കിയിരിക്കുകയാണ്. ലോക്സഭാ സീറ്റും തോറ്റു. രാജ്യസഭ കൂടി കിട്ടിയില്ല എങ്കിൽ ജോസ് കെ മാണിയും സംഘവും UDF-ലേക്ക് പോകുമോ എന്ന ആശങ്കയും CPM-ൽ ഉരുണ്ടുകൂടി. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിൽ BJP നൽകിയ പ്രഹരത്തിന് പിന്നാലെ ഇരുട്ടടിയായിരിക്കും CPM-ന് ലഭിക്കുക. ഇതെല്ലാം മുൻകൂട്ടി കണ്ടെടുത്താണ് തൽക്കാലം വഴങ്ങാൻ തീരുമാനിച്ചത്. CPI-യെ അന്വയിപ്പിക്കാൻ നോക്കിയെങ്കിലും തങ്ങളുടെ സീറ്റ് വിട്ടു നൽകില്ല എന്നവർ കട്ടായം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സർക്കാരിന്റെയും പിടിപ്പുകേടുകൊണ്ടാണ് ജനം ഇത്രയും വലിയ തിരിച്ചടി നൽകി എന്ന് CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. ഭരണകക്ഷിയും പ്രതിപക്ഷവും പൊതുജനവും മുഖ്യമന്ത്രിക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. എന്നിട്ടും അദ്ദേഹം തിരുത്താൻ തയ്യാറാകുന്നില്ല. ധിക്കാരവും ധാർഷ്ട്യവും ഇപ്പോഴും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയാൽ പിന്നാലെ പോകാൻ പലരും പെട്ടിയും കിടക്കയും കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. RLD നേതാവ് ശ്രേയാംസ് കുമാർ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. UDF-ൽ നിന്ന് അടർത്തിയെടുത്തവരെല്ലാം അവിടേക്ക് തിരികെ മടങ്ങിയാൽ പിണറായിക്ക് മാത്രമല്ല CPM-നും അത് വലിയ നാണക്കേടായിരിക്കും. അതൊഴിവാക്കാനാണ് രാജ്യസഭാ സീറ്റ് അടിയറവ് വെച്ചത്. BJP-യുടെ വളർച്ച CPM-നെ ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ വോട്ട് BJP പലയിടത്തും കവർന്നെടുത്തത് വിശ്വസിക്കാൻ അവർക്കിപ്പോൾ ആയിട്ടില്ല. 11 ലോക്സഭാ മണ്ഡലങ്ങൾക്ക് കീഴിലുള്ള ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും LDF-ന് ലീഗ് നേടാനായില്ല എന്ന് പറയുന്നത് തകർച്ചയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് അടിവര ഇടുന്നതാണ്. 77 നിയമസഭാ മണ്ഡലങ്ങളാണ് കൈവിട്ടിരിക്കുന്നത്. നിലവിൽ 99 MLA-മാരാണ് പിണറായി ഭരണം നടത്തിയത്. കേവലം 22 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇപ്പോഴും LDF-നെ പിന്തുണയ്ക്കുന്നത്. ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 118ഉം UDF-നും BJP-ക്കും ഒപ്പം. ഇങ്ങനെ ഒരു അവസരത്തിൽ തിരിച്ചുവരിക അസാധ്യമാണ്. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ യാതൊരു സൗമ്യതയും ഇല്ലാത്ത ഒരാൾ സർക്കാരിനെ നയിക്കുമ്പോൾ കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കല്യാശ്ശേരി, ധർമ്മടം, മട്ടന്നൂർ, തലശ്ശേരി, ഷൊർണൂർ, മലമ്പുഴ, തരൂർ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, വൈക്കം, മാവേലിക്കര, കുന്നത്തൂർ, കൊട്ടാരക്കര, വർക്കല നിയമസഭാ മണ്ഡലങ്ങളാണ് ഇപ്പോഴും ഇടതിനൊപ്പം ഉള്ളത്. മുന്നണിയുടെ വോട്ട് വിഹിതവും കുറഞ്ഞു. 2019-ൽ 35.1% വോട്ട് കിട്ടിയെന്നാണ് CPM-ന്റെ രേഖകൾ പറയുന്നത്. ഇത്തവണ അത് 34.63 കുറഞ്ഞു. അതായത് 3 ലക്ഷത്തിലധികം വോട്ട് ചോർന്നു. ഇത് UDF-ലേക്കല്ല പോയത്. കാരണം അവരുടെ വോട്ടും ചോർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇരു മുന്നണികളുടെയും വോട്ടർമാർ BJP-ക്കൊപ്പം നിന്നെന്ന് ഉറപ്പായിരിക്കുകയാണ്. 2019-ൽ തന്നെ വോട്ട് ചോർച്ച പരിഹരിക്കാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു. എന്നാൽ 2021-ൽ പിണറായിക്ക് 2ാം ഊഴം ലഭിച്ചതോടെ CPM അതിൽ മതിമറന്നു. ഇസ്രായേൽ പലസ്തീൻ ആക്രമണം പോലും സംസ്ഥാനത്ത് ചർച്ചയാക്കി മുസ്ലിം വോട്ട് നേടാനുള്ള CPM-ന്റെ ശ്രമം തെരഞ്ഞെടുപ്പിൽ പാളി. അവരാരും CPM-നൊപ്പം നിന്നില്ല. ഫലം വന്നതിന് പിന്നാലെ സമസ്ത മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. സമസ്തയെ എങ്ങനെയും പാട്ടിലാക്കി ലീഗിനെ കൂടി തങ്ങൾക്കൊപ്പം നിർത്താനുള്ള പിണറായിയുടെ തന്ത്രവും പാളി. പൊന്നാനിയിലും മലപ്പുറത്തും ലീഗ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കോഴിക്കോട് എളമരം കരീമിനെ അപ്രസക്തമാക്കിയ വിജയമാണ് MK രാഘവൻ നേടിയത്. താഴേക്കിടയിലുള്ള മുസ്ലിം നേതാക്കൾക്ക് പാർട്ടിയിൽ അമിത പ്രാധാന്യമാണ് നൽകുന്നത് എന്ന ആക്ഷേപം ശക്തമാണ്. എളമരം കരീം, ആരിഫ്, KT ജലീൽ എന്നിവരടങ്ങുന്ന അച്ചുതണ്ട് CPM-ൽ സജീവമാണ് എന്ന് പലരും അടക്കം പറയുന്നുമുണ്ട്. പല വിഷയങ്ങളിലും ഇവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ പരിശോധിച്ചാൽ ഇക്കാര്യത്തിൽ സംശയം തോന്നാം. ക്രൈസ്തവ സഭ അധ്യക്ഷന്മാർ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും അതിനെയെല്ലാം അവഗണിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ എടുത്തത്. അതിൽ അവർക്ക് ശക്തമായ എതിർപ്പുള്ളത് കൊണ്ടാണ് ഇത്തവണ അവർ UDF-നൊപ്പം നിന്നതും തൃശൂരിൽ സുരേഷ് ഗോപിയെ പിന്തുണച്ചതും. എല്ലാ കാലവും CPM-നെ സഹായിച്ചിരുന്ന SNDP, KPMS വോട്ടുകൾ BJP-ക്കാണ് ലഭിച്ചത്. ആലപ്പുഴയിൽ 10%-ലധികം വോട്ട് ശോഭാ സുരേന്ദ്രൻ വാരിക്കൂട്ടുന്നത് അങ്ങനെയാണ്. ആറ്റിങ്ങലിലും ഇതേ പാറ്റേണിലുള്ള മത്സരമാണ് നടന്നത്. ഇതിന് തിരിച്ചുപിടിക്കാൻ വലിയ പ്രയാസമാണ്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ അടിവേരിളക്കുമെന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നാളിതുവരെ ഭരണം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത തിരുവനന്തപുരം നഗരസഭ വരെ പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ അതിനുള്ളതെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് BJP വലിയ നേട്ടം കൊയ്യാനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ട്. ഭരിക്കുന്ന പഞ്ചായത്തുകളുടെയും ജയിക്കുന്ന വാർഡുകളുടെയും എണ്ണം കൂടുമെന്നാണ് വിലയിരുത്തൽ. UDF-ന് മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയും. ഒരുപക്ഷെ ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ജാതിമത ഭേദമന്യേ എല്ലാവർക്കൊപ്പം നിന്നാൽ വലിയ പരുക്കുകളില്ലാതെ രക്ഷപ്പെടാൻ കഴിയും. അതിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണം. മുഖ്യമന്ത്രി ശൈലി മാറ്റണം. നേതാക്കളുടെ ധിക്കാരവും അഹങ്കാരവും അവസാനിപ്പിക്കണം. റേഷൻ കടകളിലും സപ്ലൈകോയിലും അവശ്യ സാധനങ്ങൾ ആവശ്യത്തിന് ലഭ്യമാക്കണം. ഇതിനുപരി നേതാക്കൾ സൗമ്യമായി ഇടപെടുകയും മക്കളെ നിലയ്ക്ക് നിർത്തുകയും വേണം. ഇതൊക്കെ CPM-ന് ആവുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.